Good morning everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് 101.20 പോയിൻറ്റ്സ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 100 പോയിൻറ്റ്സ് പ്ലസ് ആണ് ഇന്നത്തെ പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് വന്നിട്ടുള്ളത്. $24,100 അറൗണ്ട് ആണ് ട്രേഡ് ചെയ്യുന്നത്. 24,100 കോൾ ഓപ്ഷൻ 200 രൂപയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഔട്ട് ഓഫ് ദ മണി 150 നോക്കുകയാണെങ്കിൽ 170 ലെവൽ, അതുപോലെ തന്നെ 24,200 കോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 150 ട്രേഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിലും 24,100 പുട്ട് ഓപ്ഷൻ ഒരു 190 അറൗണ്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 24,000 പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ അറൗണ്ട് 140 ട്രേഡ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രൈക്ക് പ്രൈസസ് ഒക്കെ ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ മന്ത്ലി എക്സ്പയറി കഴിഞ്ഞു. ഇന്നലെ ട്രേഡ്സ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ആപ്പിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്നലെയും അതുപോലെ തന്നെ ഒരു ഓവറോൾ ഇന്നലത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അപ്പ് മൂവ് വന്നു ഓപ്പണിങ്ങിന് ശേഷം. അപ്പോൾ അത് 24,160 170 ലെവലിൽ നിന്ന് ഒരു കണ്ടിന്യൂസ് ഡൗൺ വരുന്നതാണ് കാണാൻ സാധിച്ചത്. 24,000 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. ഇപ്പോൾ എഗെയിൻ ഇന്ന് 24,100 ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും കൺഫർമേഷന് ശേഷം എൻട്രി എടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫിന് ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയറക്ഷൻ കൺഫർമേഷൻ വരണം. അതിനുശേഷം എൻട്രി കൺഫേം ആയാൽ നമുക്ക് എൻട്രി ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യാം. നിഫ്റ്റി 24,200 വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പണിങ്ങിന് ശേഷം വന്നിട്ടുള്ള ഒരു പുൾ ബാക്ക്, ഒരു ഡൗൺഫോൾ ആവാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്തു. ഡേ ഹൈ ബ്രേക്ക് ചെയ്തൊരു ഹയർ ഹൈ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം. $24,300 135 350 നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇന്നലെ വന്നിട്ടുള്ള ഒരു ഡേ ഹൈ ലെവലിലേക്കാണ് ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത്. 24,170 ലെവൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ എൻട്രി എടുക്കാൻ പറ്റൂ. ഇവിടെ നിന്നൊരു ഡൗൺഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. കൺഫേം ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. നെക്സ്റ്റ് 24,200 250 ലെവലൊക്കെയാണ് റെസിസ്റ്റൻസ്. 260 ലെവലൊക്കെയാണ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്.
നമുക്ക് വെയിറ്റ് ചെയ്യാം. $24,300 കോൾ ഓപ്ഷൻ 140 ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് പ്രോപ്പർ കൺഫർമേഷനായിട്ട് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡയറക്ഷൻ ഇപ്പം ബുള്ളിഷായിട്ട് പോകുന്നുണ്ട്. ഒരു മൊമെൻറ്റം 24,200 ലെവൽ ബ്രേക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ എൻട്രി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എൻട്രി വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് വരുമോ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, നമ്മളൊരു ലോട്ട് എൻട്രി എടുത്തിട്ടുണ്ട്. 24,300 കോൾ ഓപ്ഷൻ അറൗണ്ട് 141. ഓക്കെ, 24,175 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 24,200 അതുപോലെ തന്നെ 260 ലെവൽസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ലെവൽസിലേക്കൊരു ബ്രേക്ക് ഔട്ട് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. 24,200 ആണ് റെസിസ്റ്റൻസ് ലെവലായിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്രീവിയസ് ഡേ ഹൈ ആണിപ്പം വന്നിട്ടുള്ളത്, ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് എൻട്രി കൺഫർമേഷൻ ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ആസ് ഓഫ് നൗ നമ്മൾ 1 ലോട്ട് 141 എടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, നമുക്കൊരു റെസിസ്റ്റൻസ് ലെവലാണ് ഫോം ചെയ്തിട്ടുള്ളത് 140-42 ലെവൽ. ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 142. ഓക്കെ, ഇതുവരെയുള്ള ഡേ ഹൈ 144.30. ഓക്കെ, ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യാം. യെസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 144 ബ്രേക്ക് ചെയ്ത് 146 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഗുഡ്. ഈ ഒരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്ത അഡീഷനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. 24,200 വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, ഗുഡ്. നമുക്ക് ഇനിയും ആഡ് ചെയ്യാനുണ്ട്. അഡീഷനിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു ലോട്ടിൽ മാത്രം നമുക്ക് 1,200 1.3K ഓൾമോസ്റ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഒരു ലോട്ടാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ്സ്, നമുക്ക് നല്ല ട്രേഡ്സ് ആണെങ്കിൽ നല്ല പ്രോഫിറ്റ്സ് എന്തായാലും കിട്ടും. ഇപ്പോൾ ഒരു ലോട്ടാണെങ്കിലും ലോസ് വരാനും അതുപോലെ തന്നെയാണ്.
ആ ഒരു കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ലോട്ട് സൈസ് കറക്റ്റായിട്ട് കൃത്യമായ ലോട്ട് സൈസ്, പൊസിഷൻ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 142 ലെവൽ ഡേ ഹൈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാമെന്ന്. അത് ബ്രേക്ക് ചെയ്തു, അതുകൊണ്ട് നമ്മളത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത അഡീഷനായിട്ട് വെയിറ്റ് ചെയ്യാം. 260 ലെവലിലേക്ക് സ്പൈക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. 24,260. അപ്പോൾ നമുക്കൊരു 50-60 പോയിൻറ്റ്സ് കൂടി വരാനുള്ള ചാൻസസ് ഉണ്ട്. 24,200 നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1.5K പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ബട്ട് നമ്മൾ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ബുക്കിംഗ് ആയിരിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു 1000 കിട്ടി, അല്ലെങ്കിൽ 1500 കിട്ടി, 2000 കിട്ടി, അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്യരുത്. അപ്പോൾ അത് നമുക്ക് വെരി ഹ്യൂജ് മൂവ്മെൻറ്റ്സ് വരുന്ന സമയത്ത് നമുക്ക് ആ രീതിയിൽ ബുക്ക് ചെയ്യാം. അതല്ലാതെ നമ്മൾ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് വരുന്ന സമയത്ത് നമുക്കെപ്പോഴും കൃത്യമായിട്ട് തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാവുന്നതാണ്. നമുക്ക് ഒരു അഡീഷൻ കൊടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നമുക്ക് നോക്കാം. ആസ് ഓഫ് നൗ 1.5K പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 ലോട്ട് മാത്രമാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, നമ്മൾ 3 ലോട്ട്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ലോട്ട്സ് ഞാൻ ആഡ് ചെയ്തു. 162ലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 62-63 ലെവൽ. ഡേ ഹൈ വന്നിട്ടുള്ളത് 170.60 ആണ്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് 3 ലോട്ട്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് ഡേ ഹൈ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഡേ ഹൈ റെസിസ്റ്റൻസ് ആണ് കാണുന്നത്. ഇതേ ഒരു റീടെസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. 170 ബ്രേക്ക് ചെയ്യണം. 24,200 ലെവൽ ബ്രേക്ക് ചെയ്തു. ഇനിയൊരു മൊമെൻറ്റം വരികയാണെങ്കിൽ 24,260 ആണ് നെക്സ്റ്റ് ടാർഗറ്റായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് നമുക്ക് പറയാം. അപ്പോൾ അതിന് മുൻപായിട്ട് 170 ലെവൽ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2K പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവസാനത്തെ എൻട്രി 164 ആണ്. എനിക്ക് തോന്നുന്നു പ്രീമിയം ഷിഫ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് ഷിഫ്റ്റ് ചെയ്യേണ്ട സമയമായിരുന്നു. ഓൾമോസ്റ്റ് 170-160 ലെവലിലേക്കാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വരുന്നത് നമ്മൾ ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് വരേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പോയിന്റിൽ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യും. പിന്നെ ഇതിൻ്റെ റീസൺ ഫോർ സ്ക്വയർ ഓഫ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 170 ലെവലിലൊരു റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ ഒരു ഫുൾ ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ബുക്ക് ചെയ്തത്. 2 അറ്റംപ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചു. അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷറുണ്ട്. മേ ബി ഒരു പുൾ ബാക്ക് 150 ലെവൽസിലേക്ക് ഒരു പുൾ ബാക്ക് വന്നതിന് ശേഷം എൻട്രി കൺഫേം ആവാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ നമ്മൾ നല്ലൊരു ട്രേഡാണ് എടുത്തിട്ടുള്ളത്. 2.6K പ്രോഫിറ്റാണ് ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എനിവേ നമ്മൾ 169 ഓൾമോസ്റ്റ് 170 നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റി. നമ്മുടെ ഫസ്റ്റ് എൻട്രി 140 അപ്പോൾ ഫസ്റ്റ് എൻട്രി നമുക്ക് കൃത്യമായിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരു 30 പോയിൻറ്റ്സോളം ആ ഒരു ട്രേഡിൽ തന്നെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റി, ഫസ്റ്റ് എൻട്രിയിൽ തന്നെ. ഇപ്പോൾ 24,200 ബ്രേക്ക് ചെയ്യുകയാണ്. നമുക്ക് മൊമെൻറ്റം വരികയാണെങ്കിൽ റീ എൻട്രി ചെയ്യാം ഹയർ ലെവൽസിൽ, അല്ലെങ്കിൽ പുൾ ബാക്കിന് ശേഷം നമുക്ക് എൻട്രി ചെയ്യാം. ആസ് ഓഫ് നൗ 2.6K ആണ് നമ്മുടെ പ്രോഫിറ്റ്. ഓക്കെ.